അച്ഛാ അവനെന്തേ? അവനകത്തുണ്ട്. ശ്രീരാഗേ ഡാ. നീയാ? നീ ഇന്ന് പോയില്ലടാ? എടാ ഇന്ന് സൺഡേ അല്ലേ, 6 മണിക്ക് പോകാനോ? ഓ ഞായറാഴ്ചയല്ലേ. അതിനല്ലേ പണിക്കും പോണേ. ഇങ്ങനെ കൊണ്ട് ഷർട്ട് എടുത്തിട്ടെ ഒന്ന് ക്ലബ്ബിൽ പോയിട്ട് വരാം. ഞാനിപ്പോ വരാം. ഇങ്ങനെ നടന്നാ മതിയാ? എല്ലാ ദിവസവും വെറുതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. നിർത്തി നീ അങ്ങോട്ടാണ് പോണത്? എടാ ക്ലബിലേക്ക്. നന്നായിട്ടുണ്ട്. വീടാണ് ചെന്നാ മതി. തളിക്കാൻ മാത്രം സമയം ഉണ്ടാവുള്ളൂ. അത് വേണ്ടളിയാ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. എടാ രാത്രി വീടിൻ്റെ മുകളിൽ നിന്ന് അടിക്കാന്ന്. ഇപ്പൊ ശരിയാവൂല. നമുക്കെന്നാ പാടത്തേക്ക് ഇട്ടാലോ? അത് നല്ലൊരു ഓപ്ഷനാണ്. എന്നാ അങ്ങോട്ട് വരും. ആടോ എന്ത് ആ സീനില്ലടേ. ആ വണ്ടിയിലെ ചേട്ടൻ ലൈറ്റ് ഇടാൻ വേണ്ടി വന്നിട്ട് പോകും. കുഴപ്പമൊന്നുമില്ല. എന്തേലും കോപ്പാവട്ടെ. നോക്കട്ടെ. അടിക്കണ അത് വെച്ചോണ്ടിരിക്കണ. എടാ നിന്നെ ഞാൻ അടിക്കാൻ വിളിക്കുന്ന നിനക്ക് വരാണ്ടിരുന്നാ പോരെ? എന്നെ കൊണ്ട് പറ്റില്ല അളിയാ. ഇല്ലേ പിന്നെ നീ എന്നോട് ചോദിക്കാണ്ടിരിക്കണം. ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല അളിയാ. പക്ഷേ ഈ അടി അങ്ങ് നിർത്തണം. നമുക്ക് നിർത്താടാ. അടുത്ത മാസം ഓണല്ലോ തന്നെ. അത് കഴിയുമ്പോൾ നമുക്കാണ് നിർത്താം. എന്നാ പിന്നെ ഓണം കേട്ടെ. അല്ലളിയാ, 3 മാസം കഴിയുമ്പോൾ ക്രിസ്മസ് അല്ല വന്നത്. അത് കഴിഞ്ഞിട്ട് നിർത്തിയാ പോരെ? നീ എന്തൊരു വർത്താനോടി പറയണേ? എന്നാ പിന്നെ ന്യൂ ഇയർ കേട്ടെ. അത് കറക്റ്റ്. നീ അവരോട് വിളിച്ചേ. ഇനിയിപ്പോൾ അത് കടിച്ചായി. ഒരു പഴയ ട്രാക്കൊക്കെ കേട്ടിട്ട് കാമായിട്ട് അടിച്ചായി. ഞാൻ പോയിട്ടേ സ്പീക്കർ എടുത്തിട്ട്. ആയിക്കോട്ടെ. മലരി ആര്? ഞാനാ? അവളാടാ. അളിയ, അവളെന്നെ നോക്കിച്ചിരിക്കാനേ 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഞാൻ ചന്ത കണ്ടിട്ടായിരിക്കും. അപ്പരണത് അതെന്തിനാവട്ടെ, വൈകാതെ സെറ്റായി.
ആദ്യമൊന്നും കുഴപ്പമുണ്ടായില്ല. പതിയെ പതിയെ ഉള്ള തനിക്കോണം പുറത്തു വന്നു തുടങ്ങി. നീ എന്തായാലും ഇപ്പോഴത്തെ ജോലിയുടെ കാര്യം പറ. ശരിയാടാ, ഞാൻ വിളിക്കാം. 15 സ്കൂളാ. ഹലോ, എന്താ മോനെ, ബിസിയാണല്ലോ? അല്ലടി, ആ രോഹിത്താണ്. ജോലിനെ പറ്റി പറയാൻ വേണ്ടി വിളിച്ചാണ്. ഓ ആണല്ലേ. അപ്പം മോനൊരു കാര്യം ചെയ്യേ, കോൾ ലിസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചേക്ക്. നേരം കളയണ്ട, ഇപ്പം തന്നെ അയച്ചേക്ക്. വിളിക്കട്ടെ. ഷഡ്ഡിയോടെയാണോ? ഹലോ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു ശ്രീ? എടി, ഞാൻ കുളിക്കാൻ പോയിക്കായിരുന്നു. എന്താണ് കാര്യം പറ. കാര്യം പറയാനോ? എന്ത് കാര്യം? ഓ, അപ്പൊ കാര്യം പറയാൻ മാത്രമേ എനിക്ക് നിന്നെ വിളിക്കാൻ പാടുള്ളൂ. കുളിക്കാൻ പോകുമ്പോൾ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോകൂടെ? ഞാൻ കുളിക്കാനല്ലേ പോയത്, അല്ലാണ്ട് നാട് വിട്ടോന്നല്ല പോയത്. ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു? ഒരു 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നീ എന്നെ എത്ര തവണ തിരിച്ചു വിളിച്ചു? അതിന് ഞാൻ തിരിച്ച് വിളിച്ചല്ല. മിസ് കോൾ കാണുമ്പോൾ തിരിച്ച് വിളിക്കുന്നു വിചാരിച്ചോണ്ടല്ലേ ഞാൻ നീ വിളിക്കാണ്ടിരുന്നു. വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ എന്തൊക്കെയാണ് പറയണേ? ഞാനൊരു 5 തവണ എണ്ണും, വേഗം പറഞ്ഞോ. എന്ത് എന്ത് പറയാൻ? എന്തെന്നോ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് വേഗം പറഞ്ഞു. സോറി. 1 2 3. ആ സോറി. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്ത് പണ്ടാറൂണത്? ആ ഹലോ. നീ എന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞല്ലോ. അതിന് നീയല്ലേ വെച്ചിട്ട് പോയത്? അതിന് നിനക്കൊന്ന് തിരിച്ചു വിളിച്ചൂടെ? സോറി, ഗുഡ് നൈറ്റ്. ഹലോ. എടാ, എനിക്ക് ഉറക്കം വരുന്നില്ല, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. എടി, 1 മണി കഴിഞ്ഞ്. നീ ഒന്ന് പോയേ, എനിക്ക് കിടന്നുറങ്ങണം. ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. എന്നാ ശരി, ഇപ്പം തന്നെ ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിച്ചേക്കാം. എടി, നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്തിനാ ചൂടാവണേ ശ്രീ? നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. ദേഷ്യപ്പെട്ടതല്ല, നീ പറ. ഞാൻ മര്യാദക്കാണ് ചോദിക്കണത്. നിനക്ക് എന്താണ് വേണ്ടത്? അങ്ങനെ നല്ല കുട്ടിയായിട്ട് ചോദിക്കേ. എടാ, എനിക്ക് ഉറക്കം വരുന്നില്ല, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. ആ, എന്നാ പറ. നീ പറ. ഫുഡ് കഴിച്ചാ? പിന്നെ നീ പറയ്. പറ. നീ എനിക്കൊരു പാട്ട് പാടിത്താ. പാട്ടാ? ഒന്ന് പോയടിയാ, ഒന്നും ശരിയാവൂല. പാട്ട് പാടി തന്നാലേ ഞാൻ ഉറങ്ങുള്ളൂ. ഉറപ്പാണോ? ഉറപ്പാണ്, നീ പാട്. വണ്ടിനതേടും ആരൊരു പൂവിൻ മുട്ട്, നീ വന്നു ഇരിക്കാമോ എൻ്റെ കോമളമുഖത്ത്, അതിൻ്റെ തേര് ഞാനൊന്ന് കാണുന്ന
രാത്രി ഹലോ ഹലോ ഹലോ, നീ വേഗം വണ്ടി എടുത്ത് വീട്ടിലേക്ക് വായോ. വേഗം, അർജന്റ് ആണ്. എന്താടി, എന്താണ് കാര്യം പറ. അതൊക്കെ വന്നിട്ട് പറയാം, നീ വേഗം വായോ. നീ എവിടെയാണ്? ഞാൻ അവിടെ ഉണ്ട്. എന്താണ് പറ്റിയ? വേറൊന്നുമില്ലടാ, ഏപ്രിൽ ഫൂൾ. ശരിക്കും ചമ്മിയില്ലേ. ഇനി വേഗം പോയി കിടന്ന് ഉറങ്ങിക്കോട്ടാ. ഗുഡ് നൈറ്റ്. എടാ അവള് ടോക്സിക് ഒന്നല്ല, അവള് വേറെ പണ്ടാരമാണ് അവള്. ഒരു നിലക്കൊത്ത് പോവില്ലളിയ. അടുത്ത് എനിക്ക് ഏത് നേരം ചേവട്ടില് മൂട്ട പോയാലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നാലാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അതും പറഞ്ഞ് വഴക്കുണ്ടാക്കും. റേഡിയോ പോലെയാണ്ടാ, അങ്ങോട്ടേക്കൊന്നും പറയാൻ സമ്മതിക്കൂല. എന്തെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയാല അപ്പോൾ ഒക്കെ വീഡിയോ കോൾ ചെയ്ത് കാണണം. എന്തിനും ഞാനെങ്ങാണ്ട് വല്ല ബിസി ആണെങ്കിൽ ആരാ വിളിച്ചേ, എന്തിനാ വിളിച്ചേ, ഇതെല്ലാം ഒക്കെ അറിയണം. ചില നേരത്തേക്കില്ലേ തലയൊക്കെ പെരുത്ത് കീറും. നിനക്കറിയോ, ഞങ്ങളിപ്പോൾ സംസാരിക്കണ അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാടാ. ഇത് അധികം നാൾ മുന്നോട്ട് പോവില്ലളിയ. ജോലിയുള്ള വിളിക്കുമ്പോൾ അത് വേറെ ടെൻഷൻ. എടാ അത് പോട്ടറാ, നീ കൂളായേ, എല്ലാം ശരിയാവും. ഇതൊന്ന് പിടിപ്പിച്ചേ, അടിക്കാണ്ട്. ഞാനൊക്കെ അടിച്ചാൽ തീരാന്ന് വിഷയമുള്ളടാ. അടിക്കേ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഓക്കെ അല്ലേ? നല്ല നിലാവും നല്ല പാട്ടും. എടാ പെണ്ണുങ്ങൾക്ക് കേക്ക് കൊടുക്കാന്നാ പറഞ്ഞിട്ടുള്ളൂ, കുനിഞ്ഞു കൊടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല. നീ വിളിച്ചേ, അവിടെ തന്തയ്ക്കും തളയ്ക്കും ഒക്കെ എത്തി വിളിക്കും. നീ ഒരു ഉണ്ടാക്കല്ല, ഒരു മനസ്സിലാക്കട്ടെ. ഇതോടെ ഈ പരിപാടി നിർത്തിക്കോട്ടാ. ഭ്രാന്തരുണ്ട് എനിക്ക്. തീർന്നടാ, അവള് തീർന്ന്. അവള് ആരാണെന്നാണ് വിചാരം? ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിനക്ക് എന്താണ് ഇതിന്റെ പ്രശ്നം? കുറെ നാളെ നീ കിടന്ന് ചിലക്കാൻ കിട്ടി. നീ ആരാണ് നിന്റെ വിചാരം? നീ പറയണേക്കാണ്ട് ഞാൻ നിന്റെ അടിമേ. പ്രശ്നം വഷളാക്കണമെന്ന് എഴുതുമ്പോൾ നീ എൻ്റെ തലേക്ക് ചവിട്ടാടം കളിക്കണം. നിനക്കെന്നെ ശരിക്കും അറിഞ്ഞൂടാ. എടി നീ എന്താണ് നീ വിചാരിച്ചാൽ നിന്റെ തൊഴിലെളുപ്പാണ് നിന്റെ പുറകടക്കണം എന്ന് വിചാരിച്ച. എടി നിന്നേക്കാൾ മുന്നേ എന്നെ സ്നേഹിക്കാണ്ട് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നീ എന്നെ സ്നേഹിക്കാണ്ട് എന്നെ മനസ്സിലാക്കാണ്ട് എടുത്തി. എൻ്റെ അമ്മ, അവള് നിന്നേക്കാളേ ഫാർ ബെറ്റർ ആയിരുന്നു. അവൾ നിന്നെപ്പോലും എടുത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല. ഇനി മേലെ എൻ്റെ ഫോണിലേക്ക് വിളിക്കുക, എൻ്റെ പുറടൊക്കെ ചെയ്ത പുന്നാര മോളെ കാല് വരി ഭിത്തിലടിക്കും ഞാൻ. വെച്ചിട്ട് പൊടി സൈക്കോ പാത്തേ. അല്ലളിയാ, കുറച്ചുകൂടെ പറയായിരുന്നു. ഇത് കുറച്ച് കുറഞ്ഞുപോയി. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സെൻസ് കളയേണ്ടി വരും. ഞാനിതിനാടാ പറഞ്ഞത് അല്ലേ? അല്ലളിയാ, അതെ ഉണ്ടല്ലോ. നീ അതിനിടയ്ക്ക് അമ്മൂനെ പറ്റി പറയണ്ടല്ല. നീ അപ്പം ശരിക്കും അവളെ മിസ് ചെയ്യണ്ടല്ലേ? ആടിയാ, ശരിക്കും മിസ് ചെയ്യാനുണ്ട്. അവിടെ ഒരു സംഭവമായിരുന്നടാ. ഇല്ലടാ, എൻ്റെ മറ്റുള്ള സ്വഭാവം കാരണമാണ് അവളിൽ പോയത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? കൂടെയുള്ളപ്പോൾ അവളുടെ വില മനസ്സിലായില്ല. ആ ഇട്ട വളി പിടിച്ചാൽ കിട്ടില്ലളിയാ. എന്നാലും നിനക്കൊന്ന് ട്രൈ ചെയ്ത് കൂടെ. ഇനി എങ്ങനെയാണ് അളിയ? ബ്രേക്കപ്പ് ആയ ബന്ധങ്ങളൊക്കെ വീണ്ടും അത് ശരിയാവില്ല അളിയ. നിനക്കവളെ ശരിക്കും വേണമെന്നുണ്ടോ ആത്മാർത്ഥമായിട്ട്? ആളിയ, എനിക്കവളെ വേണളിയ.
എനിക്കവളെ ശരിക്കും വേണം. എന്നൊരു കാര്യം ചെയ്, നേരിട്ട് ചെന്ന് ഒരു സോറിയൊക്കെ അങ്ങോട്ട് പറയും. ചിലപ്പോൾ അവള് സെറ്റാവും. വേറെ വഴിയില്ല. വലിയ കാര്യമൊന്നും തോന്നണില്ല, പക്ഷെ പറയണോടാ, ഞാൻ അവളുടെ കാലും പിടിക്കാം. പക്ഷെ അവളെ നോ പറഞ്ഞാല് ഇവിടെ നീ നെഗറ്റീവ് അടിക്കല്ലേ. എന്തൊക്കെയായാലും നിങ്ങൾ പരസ്പരം സ്നേഹിച്ചവരല്ലടാ. അതല്ല, നീ അവളെ പിന്നെ കണ്ടിരുന്ന? വഴിയിൽ അവിടെ ചെയ്ത് കാണാറുണ്ട്. പിന്നെ ഡെയിലി അമ്പലത്തിൽ പോണ പതിവ് ഉണ്ടാകും. ഇപ്പോഴാ പതിവ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നോക്കാം. എന്താ? അമ്പലത്തിൽ പോയതാണോ? അതെ. പിന്നെ എങ്ങനെ പോണു പുതിയ ലൈഫൊക്കെ? വലിയ മാറ്റമൊന്നുമില്ല, എല്ലാം പഴയ പോലെ തന്നെ. എടോ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. അത് പിന്നെ തൻ്റെ അവിടെ വല്ല ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ജോബൊന്നും ആയില്ലോടോ. ഓ, വരുമ്പോ പറയാലോ. എന്നാ പിന്നെ ഞാൻ ശരി. എടാ പൊട്ടാ, എന്തേലും പറയാനുണ്ടെങ്കിലേ ആമ്പിള്ളേരെ പോലെ മുഖത്ത് നോക്കി പറയണം. നിന്റെ കൂട്ടുകാരോടൊക്കെ പറയണ്ടല്ലോ, അമ്മൂന് എനിക്ക് ഇഷ്ടമാണ്, അമ്മൂൻ്റെ കാല് പിടിക്കാം, അമ്മൂന് എനിക്ക് വേണം എന്നൊക്കെ. ഇപ്പൊ നേരിട്ടുണ്ടപ്പോ എന്താ മോനെ ഈഗോ പുറത്തോട്ട് വന്നോ? അതെങ്ങനെ? ജിൻഡോ പറഞ്ഞോ? അടിച്ച് ഫിറ്റായിട്ട് കോൾ ചെയ്യുമ്പോഴേ അറ്റ്ലീസ്റ്റ് ആരെയാ വിളിക്കണേന്നുള്ള ബോധം വേണം. ഇന്നലെ രാത്രിയില്ലേ പുതിയ കാമുകയാണെന്നും പറഞ്ഞ് കോൾ ചെയ്ത് തെറിവിളിച്ചത് മൊത്തം തന്നെയായിരുന്നു. എല്ലാം കേട്ടില്ലേ? കേൾക്കാനുള്ള കേട്ട സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. തനിക്ക് എന്നെ പഴയതിൽ സ്നേഹിക്കാൻ പറ്റും? അതെ, പിന്നെ ഒരു കാര്യം, എനിക്കൊരു പ്രോമിസ് ചെയ്ത് തരണം. എന്ത് പ്രോമിസ്? മോനെ, നീ ആ കുടി അങ്ങ് നിർത്തിക്കൊള്ളണം. അത് പിന്നെ എന്ത് പിന്നെ? നിർത്തണ്ട, കുറച്ചാ മതി.